കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദചാമി പിടിയിൽ. പുലർച്ചെ 1:15 ജയിൽ ചാടിയ ഇയാളെ 10 മണിക്കൂറിന് ശേഷമാണ് തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദചാമിയെ പിടികൂടാനായത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രിൽ അറുത്തുമാറ്റിയ ശേഷം 7.5 മീറ്റർ ഉയരമുള്ള മതിലിൽ തുണി കെട്ടിയായിരുന്നു ജയിൽ ചാട്ടം. ഗോവിന്ദചാമിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ഇപ്പോഴും ഈ ടൗൺ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? എപ്പോഴാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുക? മറ്റു വിവരം? അജയ്, ഏതാണ്ട് 3 മണിയോട് കൂടി തന്നെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഗോവിന്ദസ്വാമിയെ ഇറക്കി കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 മണി സമയം ആയിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ ഇവിടെ നിന്നും പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളെ പിടികൂടിയ ഉടൻ തന്നെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിയത്. ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു കെട്ടിടത്തിൽ, അതായത് പോലീസ് ട്രെയിനിങ് സെന്ററിൽ വെച്ചാണ് ചോദ്യം ചെയ്തിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇയാളെ ഇപ്പോൾ നമുക്ക് ഇയാളെ പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിലും, ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലും, അതിന് പിന്നാലെ മറ്റ് തൊട്ടടുത്ത് തന്നെയുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലും എത്തി. അതിനുശേഷമാണ് ഈ ചോദ്യം ചെയ്യൽ, നീണ്ട സമയം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. നമുക്ക് CPM നേതാവ് കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം നമ്മുടെ സമൂഹത്തെ ആകെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വീഴ്ചയെ സംബന്ധിച്ച് ഗവൺമെൻറ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. ഇവിടെ വന്നിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ജയിൽ വകുപ്പിന്റെ വീഴ്ചയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതെ, അത് പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ വരുന്നേരത്ത് നമ്മുടെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ അതിർത്തി കടന്നിട്ടുള്ള സുരക്ഷാ ഭടന്മാര്, അതിർത്തി കടന്നിട്ടുള്ള ഭീകരന്മാര്, ലഷ്കർ-ഇ-തോയ്ബയുടെ ഭീകരന്മാർ കൊലപ്പെടുത്തിയല്ലോ അല്ലേ? ആ സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇവിടെയും അതുപോലെയുള്ള വീഴ്ച സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി കൈക്കൊണ്ടിട്ടുണ്ട്. ആ നടപടിയുടെ തുടർ നടപടികളും വരും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ആ മുൻകരുതൽ വേണം. അത് സർക്കാർ അന്വേഷിച്ച് ആവശ്യമായ നടപടിയെടുക്കും. ഓക്കെ. ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സലാമിലേക്ക് പോവുകയാണ്. സലാം, തുടരാം. അജി, ഇപ്പോൾ CPM നേതാവ് P. ജയരാജനാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തോട് സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ, അതായത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ ആഭ്യന്തര വകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നിലവിൽ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ കാര്യത്തിൽ, അതായത് ഈ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായെങ്കിൽ കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു വീഴ്ചയായി കാണേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തോടു കൂടി ആ ഒരു കാര്യത്തോട് സമീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച എപ്പോഴും സംഭവിക്കാവുന്ന ഒരു ചെറിയൊരു കാര്യമായി, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് CPM നേതാവ് P. ജയരാജൻ ചെയ്തിട്ടുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരാൾ തന്നെ ഈ ജയിൽ ചാടുന്നത്. അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച, അതീവ സുരക്ഷ ഉള്ള ഒരു സ്ഥലത്തു നിന്നും ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു പ്രതി ജയിൽ ചാടുന്ന, ഒരു കുറ്റവാളി
ജയിൽ ചാടുന്നു. ആ ഒരു സംഭവത്തെ ഉള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ പി ജയരാജൻ നടത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെയുള്ള ചോദ്യം ചെയ്യലിലേക്ക് തന്നെ വരാം. ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് ഇയാളെ തളാപ്പിൽ നിന്നും പിടികൂടിയ സമയത്ത് ആദ്യം കൊണ്ടുവന്നതും ഇങ്ങോട്ടേക്കാണ്. അതിനുശേഷമാണ് തൊട്ടടുത്തുള്ള പോലീസ് ട്രെയിനിങ് സെന്ററിലേക്ക് മാറ്റിയത്. അവിടെ വെച്ച് ദീർഘനേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് വൈദ്യപരിശോധനയ്ക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആ വൈദ്യപരിശോധന ഉണ്ടായ സമയത്ത് അവിടെയും ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ജനരോഷമുണ്ടായിരുന്നു. ഇയാൾക്കെതിരെ പാഞ്ഞെടുത്തുകൊണ്ട് ഇയാളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇയാളെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമം ജനങ്ങൾ നടത്തി. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് തന്നെ വീണ്ടും കൊണ്ടുവന്നത്. ആദ്യം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് എത്തിച്ചത്. അതിന് പിന്നാലെ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സ്ഥലങ്ങൾ മാറിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് അയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ പോലീസിന് ഈ ജയിൽ ചാടിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പോലീസ് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുമ്പോഴും ഈ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഏതെങ്കിലും ആസൂത്രിത നീക്കമുണ്ടോ എന്നുള്ള ഉത്തരങ്ങൾ നൽകേണ്ടത് പോലീസ് തന്നെയാണ്. ഇത് പോലീസ് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ നൽകുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെയും സൂചിപ്പിക്കുന്നത്. സലാമാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ ടൗൺ സ്റ്റേഷന്.